ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ എൻ്റെ മാമാടെ വീട്ടിൽ വിരുന്ന് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിരുന്നിൻ്റെ പ്രിപ്പറേഷൻസും അന്നത്തെ എല്ലാവരും കൂടിയിട്ടുള്ള വ്ലോഗും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഉമ്മ റുവ ബേബിയൊക്കെ കൂടിയിട്ട് മാമാടെ വീട്ടിൽ തലേ ദിവസം തന്നെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞാൻ എണീച്ച് വന്നപ്പോഴത്തേക്കും മാമിയും ഉമ്മയും നേരത്തോടെ എണീച്ചിട്ടുണ്ടായിരുന്നു. 5 മണിയാകുമ്പോൾ എണീച്ചിട്ട് അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുവിധം കറികളൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ചോറ്, സാമ്പാർ, അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കറികൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും പേര് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ എനിക്കറിയില്ല. ജസ്റ്റ് എന്തൊക്കെ റെഡി ആയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്കി പ്രിപ്പറേഷൻസിലും ആണ്. ഇതിൻ്റെ ഇടയിൽ മാമി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ പുട്ട്, ദോശ, വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ട് നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരുവിധം ആൾക്കാരൊക്കെ നമ്മളെ വിരുന്നിനുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മോൾക്ക് നേരത്തോടെ തന്നെ നല്ല ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ചോറ് വാരി കൊടുക്കണ്ട, ചോറ് കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റുവമോള് സദ്യക്ക് ഉണ്ടായിരുന്ന കുറച്ച് കറികളൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണം കേട്ടോ. അധികം എരിവില്ലാത്ത സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് റുവ ബേബി കഴിക്കണ്ട്. രാവിലെ ഞാൻ കറികൾ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ അതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള കറികളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ റെഡിയായി വന്നതിന് ശേഷം ഞാനിതൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ സദ്യ വിളമ്പാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ വെക്കുന്നുണ്ട് ഫസ്റ്റ്. അപ്പം മാമയും ഇക്കയും കൂടിയിട്ടാണ് മെയിനായിട്ട് സദ്യ വിളമ്പണുണ്ടായിരുന്നത്. അപ്പോൾ താഴെ നമ്മൾ പായൊക്കെ വിരിച്ചിട്ട് കുട്ടീസ് എല്ലാവരും താഴെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ ടേബിളിലും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വലിയവർക്കൊക്കെ ടേബിളിൽ ഇരിക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ വിളമ്പണ ടൈമിൽ ധ്രുവ ബേബി നല്ല ഉറക്കം വന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ടൈമിൽ അവളെ ഉറക്കി കൊടുക്കുക. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കും ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങി. ഇനി അപ്പോൾ ഫുൾ സദ്യയുടെ കറികളും ചോറൊക്കെ വിളമ്പലും അത് കഴിക്കലൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. അപ്പം നമുക്ക് അതൊക്കെ കാണാം. അങ്ങനെ ഞാനും സദ്യ കഴിക്കാനായിട്ട് ഇരുന്ന് പല വെറൈറ്റീസ് ഓഫ് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ സദ്യയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് താഴത്ത് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ആൾക്കാർ ഇരുന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
നമ്മൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം മധുരത്തിനായിട്ട് 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. സേമിയ പായസം ഉണ്ട്, അതുപോലെ അടപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഇലയിൽ തന്നെ ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എനിക്കങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പായസവും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അതും കഴിച്ചു. അങ്ങനെ എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ റുവ ബേബി ഉറക്കത്തിൽ നിന്ന് എണീക്കണത്. അപ്പോൾ കുട്ടീസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റുവ എപ്പോഴാണ് എണീക്കുക, അവളെ കളിക്കാൻ വേണ്ടിയിട്ട് അവളായിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എണീച്ച് അപ്പോൾ എല്ലാ കുട്ടീസും കൂടിയിട്ട് അവളെ കളിപ്പിക്കുകയാണ് കേട്ടോ. Rua, Rua, Rua baby, Rua baby. Ingin cirika, Rua baby ingin cirika, ayo. കുട്ടീസിനെ എല്ലാവരെയും കൂടി കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും കൂടി നിർത്തി നമ്മൾ അതൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ ഓരോ ഫാമിലീസായിട്ട് പോയി തുടങ്ങി വിരുന്നൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞ് അവരൊക്കെ പോയി. പിന്നെ രാത്രി ആയപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫിലിം കാണാമെന്ന് വിചാരിച്ചിട്ട് മിറാഷ് എന്നുള്ള മൂവി നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കണ്ട്. പക്ഷെ അത് മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ രാത്രിക്കലത്തെ ഫുഡ് കഴിക്കണ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ ഈ സദ്യ തന്നെ നമ്മൾ ബാക്കി ഉള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ട് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.